അപ്പസ്തോല പ്രവർത്തനം 21 അധ്യായം 4 വചനം. ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പൗലോസ് സീലാസും അവരാണ് ജീവിച്ചിരിക്കുന്നത്. പൗലോസ് ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവരോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അവർ പറഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ, അതായത് അവിടെയുള്ള ശിഷ്യഗണം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ കൊടുക്കുകയാണ്. ആത്മാവ് ഉള്ളിൽ പ്രേരണ കൊടുത്തു, ചിന്ത കൊടുത്തു, ഇവരോട് ജെറുസലേമിലേക്ക് പോകരുത്. ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവം പറയുക പോകരുത്. പിന്നെ നമ്മൾ 22 അധ്യായത്തിലും 24 വായിക്കുന്നുണ്ട്. പൗലോസിന് അവിടെ ചെല്ലുമ്പോൾ പിടിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും എന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ അതൊന്നും അവഗണിച്ച് പൗലോസ് പോകുന്നതായിട്ടൊക്കെ നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഏതാനും ശിഷ്യന്മാർ ദൈവാത്മാവിനെ പ്രേരണ കിട്ടി പറയുക, ജെറുസലേമിലേക്ക് പോകരുത്. പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി, പ്രേരണ കിട്ടി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, ചിന്ത കൊടുത്തു. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വായിക്കുന്നു അതേ അധ്യായത്തിൻ്റെ 8, 9 വചനങ്ങൾ. 8, 9, 10 വായിക്കാം. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയാലെത്തി. പൗലോസും സീലോസും കേസറിയാലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. സുവിശേഷ പ്രഘോഷകനായ പീലിപ്പോസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് താമസിച്ചു. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ പീലിപ്പോസിന് ഉണ്ടായിരുന്നു. പീലിപ്പോസിന് 4 പെൺമക്കളുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് പ്രവചനവരമുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിഗൂഢമായ രഹസ്യങ്ങൾ അവിടെ ഉള്ളിൽ കൊടുക്കും. അവർ വായിലൂടെ പ്രവചിച്ച് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്തകളാണ്, അല്ല പ്രചോദനമാണ് പ്രവചനമായിട്ട് വെളിയിലേക്ക് ആത്മാവ് സംസാരിക്കണം. അവിടെ 4 പീലിപ്പോസിന് 4 പെൺമക്കൾക്ക് പ്രവചനപരമുണ്ടായിരുന്നു. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോയൽ പ്രവാചന കിട്ടിയ ആ പ്രവചന വചനം, ആത്മാവിൻ്റെ അഗ്നിസ്നാനം ഏറ്റുവാങ്ങിയ പത്രോസ് സെഖിയോൻ മാളികയിൽ നിന്ന് വിളിച്ചു പറയുക. അപ്പസ്തോല പ്രവർത്തനം 2:17-18 വചനങ്ങൾ. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. ഞങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പീലിപ്പോസിന് 4 പെൺമക്കൾ പ്രവചനപരമുള്ളവരായിരുന്നു. അവർ പ്രവചിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. 4 പുത്രിമാരും പ്രവചനപരമുണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്തു വന്ന് പൗലോസിൻ്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രവാചകനെ കുറിച്ച് പറയാം. അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ വന്നിട്ട് അരപ്പട്ട എടുത്ത് കാലുകൾ ബന്ധിച്ചു. എന്നിട്ട് പറയുക, ഈ അരപ്പട്ടയുടെ ഉടമസ്ഥൻ, അത് പൗലോസാ, ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ജെറുസലേമിൽ വെച്ച് അവർ പിടിക്കും, എന്നിട്ട് ബന്ധിക്കും, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, പിന്നെ വധിക്കപ്പെടും. അതാണ് പ്രവചനം. അഗാബോസ് എന്ന പ്രവാചകന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാ. ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതി, ദൈവത്തിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ ആ രഹസ്യം
അഗാബോസ് എന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. മുന്നമേ ഒരു പ്രവചനം പൗലൂസിന് വേണ്ടി കൊടുക്കുകയാണ്. ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കും, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവസാനം പൗലൂസിനെ ബന്ധിച്ചു, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, പൗലൂസിന്റെ കഴുത്ത് വെട്ടിക്കൊന്നു. ഹല്ലേലൂയ. പ്രവചനപരം, ദർശനപരം, ദൈവത്തിൻ്റെ ചിന്തകൾ, ഇതൊക്കെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും, വെളിപ്പെടുത്തും. 2000 വർഷം മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പ്രവർത്തിച്ചോ സംസാരിച്ചോ അതുപോലെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവോ? ഉറപ്പാ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമ്മോട് സംസാരിക്കും. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ, ഇന്നലകൾ, ഇന്നുകൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിന് അറിയാം. പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യന് നിഗൂഢമായ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വരാനിരിക്കുന്നൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഈ വെളിപ്പാടുകൾ ലഭിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം. സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കുക, പ്രാർത്ഥനയിലേക്ക് വരിക. ടെലിവിഷൻ്റെ മുൻപിലിരുന്ന് വെറുതെ സമയം കളയുന്നവർ, മണിക്കൂറുകൾ ഇന്ന് പത്രം വായിക്കുന്നവർ, മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നവർ, വല്ല കഥയുണ്ടോ? ഒരു കഥയില്ല. ലോകത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുക, കൊന്ത ചെല്ലുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിന് മുഴുവൻ വേണ്ടിയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തമായിട്ട് നയിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് സന്ദേശങ്ങളും വെളിപ്പെടുത്തലൊക്കെ നിങ്ങൾക്ക് നൽകും. നിങ്ങളും പ്രവചിക്കാൻ തുടങ്ങും, നിങ്ങളുടെ മക്കൾ പ്രവചിക്കാൻ തുടങ്ങും. അത് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കൃപാവരങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. അല്ലാതെ കൃപാവരങ്ങൾ ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ഈ ലോകത്തിൻ്റെ മനുഷ്യന് ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിച്ച് ഒരുക്കണം. ജോഷുവ 3:5 നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. പ്രാർത്ഥനയിലൂടെ, കുദാശകളിലൂടെ, വചനം വായനയിലൂടെ, ഉപവാസത്തിലൂടെ എല്ലാം നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. നീ എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നോ അതനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളും ഒക്കെ നൽകുമോ? ഉറപ്പാണോ? ഉറപ്പാ. ഈ കഴിഞ്ഞ നാളിൽ ഒരു കൺവെൻഷൻ്റെ സമയത്ത്, കൺവെൻഷൻ്റെ ആരാധനയിൽ രോഗശാന്തി പ്രാർത്ഥനയാണ്. കർത്താവ് അനേകം രോഗികളെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഇപ്രകാരം ഒരു സന്ദേശം നൽകി. ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ഈ സമൂഹത്തിൽ 2 വ്യക്തികൾ, അതായത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ മരണവെപ്രാളത്തിൽ പ്രയാസപ്പെടുന്ന 2 വ്യക്തികൾ, അതായത് ഇവിടെ കൊണ്ട് ശ്വാസമെല്ലാം കുടുങ്ങിയിട്ട് മരിക്കാൻ പോകുന്നതിന് പ്രയാസപ്പെടുന്ന 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഞാൻ ഓർക്കണം, മെസ്സേജ് കർത്താവ് തന്നു, ഞാൻ മെസ്സേജ് അനൗൺസ് ചെയ്തു. 2 വ്യക്തികൾ അവർ കരമെത്തി പിടിച്ചിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉറങ്ങാൻ കിടന്ന് ഒന്നുറക്കമായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ശ്വാസം ഇങ്ങനെ ഇവിടെ കൊണ്ട് എല്ലാം കുത്തി അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ മരണപ്രാർത്ഥി കിടന്ന് ബഹളം വെക്കുക. 2 പേര് കർത്താവ് 2 പേരെ അപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കിയ. ചിലപ്പോൾ എത്ര നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പേരുകൾ, സംഭവങ്ങൾ ഓരോന്നിങ്ങനെ പറയും. ആത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവ് സംസാരിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കണമെങ്കിൽ, നമ്മൾ ലോകത്തിൻ്റെ മനുഷ്യനായി, ജഡിക മനുഷ്യനായി ഒക്കെ ജീവിച്ചാൽ ദൈവസ്വരം ശ്രവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
നമ്മൾ ആത്മീയ മനുഷ്യനാവണം. ആ ലോകത്തിൻ്റെ കാര്യങ്ങളും ജഡത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പരമാവധി വിട്ടു നിൽക്കണം. നിങ്ങളെല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.